ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മുടെ കുക്കിങ്ങിൻ്റെ തുടക്കം എൻ്റെ കിച്ചൺ ഗാർഡനിൽ നിന്നാണ്. എൻ്റെ കിച്ചൺ ഗാർഡനിൽ കുറേയധികം ക്യാബേജ് ഉണ്ടായ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ നല്ല വ്യൂസ് ഉണ്ടായി. പക്ഷേ ചിലരെങ്കിലും അത് കണ്ടപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു, ഇത് ഒരു ഐറ്റം കുക്ക് ചെയ്തും കൂടെ കാണിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ നമ്മുടെ ക്യാബേജ് കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് കാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോകണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഗാർഡനിൽ നിന്ന് ക്യാബേജ് ഞാനധികം കളക്ട് ചെയ്യാൻ പോവുകയാണ്. എടുക്കാം നമുക്ക്. ഞാൻ ഓൾറെഡി എടുത്തു തുടങ്ങിയുണ്ട്, ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞു. അത് ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാബേജിൻ്റെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും കാണുക കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇതിൽ വലുതായിട്ട് ഇത് 2 ഉണ്ട്. ഇതൊരെണ്ണം എടുക്കാം നമുക്ക്. അപ്പോൾ ഈ 3 ക്യാബേജും കൂടെ വെച്ചിട്ട് നമുക്കിന്ന് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ കിച്ചണിൽ പോയിട്ട് നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഫാം ഫ്രഷ് ക്യാബേജുമായിട്ട് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് 3 കൊണ്ട് നമ്മൾ നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എത്ര ചെറുതായാലും സ്വന്തമായിട്ട് കൃഷി ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ അതിന്. ഇതിൽ ഗ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറണം കേട്ടോ. നിങ്ങൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയോ മിക്സിക്ക് ഒന്ന് അടിച്ചെടുക്കുകയോ ഞാൻ എന്തായാലും ഗ്രേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരെണ്ണം ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വലിയ കഷ്ണങ്ങൾക്ക് മാറ്റുക കേട്ടോ. നമുക്കിത് നാളെ തോരനുണ്ടാക്കാം. യെസ്, കണ്ടോ, വളരെ ഫൈനായിട്ട് വന്നിട്ട് ഇത്രയും ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 കൂടെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഐറ്റംസ് എല്ലാം റെഡി കേട്ടോ. ഞാനൊരു ആ ക്യാബേജ് 2 ക്യാബേജ് ഗ്രേറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. നമുക്ക് ആവശ്യം ക്യാബേജ് കിട്ടിയിട്ടോ. അതിൽ തന്നെ ഞാൻ ഇതിൽ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പാണ്. അല്ല 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ആ ക്യാബേജ് ഒരു ബൗളിലേക്ക് ഇടുകയാണ്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. നിങ്ങൾ സാധാ ചില്ലി പൗഡർ ഇടുന്നെങ്കിൽ 2 ടീസ്പൂൺ വേണ്ട, 1.5 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അത്ര തന്നെ മൈദാമാവും ആഡ് ചെയ്യുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ തന്നെ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ പരുവത്തിൽ നമുക്കൊന്ന് കൈ കൊണ്ടിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാവുന്ന രീതിയിൽ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റുക കേട്ടോ. ഇങ്ങനത്തെ നമുക്കിനി ഇതിനെ ഈ ബോൾസിനെ ഒന്ന് വറുത്ത് കോരണം കേട്ടോ. ഇത് ഉരുള ഉണ്ടാക്കാൻ ഉദയ് വെറും ടേസ്റ്റിംഗ് അല്ല, ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനത് ഒന്ന് വറുത്ത് വരേണ്ട പരിപാടിയില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് കാബേജ് ബോൾസ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനെ മാറ്റാൻ പോവാണേ. നല്ല ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ അതുപോലെ അടുത്ത സെറ്റ് ഞാൻ ഇടുവാണ് ഇനി. അപ്പൊ ഇതുപോലെയുള്ള വറുത്ത് കോരിയതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണേ. ഇത് ഫുൾ ബോൾസ് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേസമയം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടാവണം, അതാ നേരത്തെ വെച്ചത്. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയം ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണ്ടേ. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ നിങ്ങൾക്ക് കാണാൻ ഇങ്ങനെ ഉണ്ടാവും, സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ആണ്. ഈ ബൾബ് കട്ട് ചെയ്താൽ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് കിട്ടും. ഇത് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ചൈനീസ് ഐറ്റംസിന്റെ പ്രധാന ചേരുവയും കൂടിയാണ് സ്പ്രിംഗ് ഓണിയൻ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇനി ഞാൻ ഒരു മീഡിയം ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ്സ് ഇളക്കിയ ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് സോസുകളാണ്.
അത് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കെച്ചപ്പ് കേട്ടോ. 2 ടീസ്പൂൺ സോയാ സോസ് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സോയ ആണ് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ച സ്പ്രിംഗ് ഒണിയൻ അല്ലേ, അതിന്റെ ഗ്രീൻ ആണ് കേട്ടോ. ഇതൊരു ഹാൻഡ്ഫുൾ കുറച്ചധികം ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 കപ്പ് വെള്ളമാണ്. നമുക്ക് ആവശ്യമുള്ള ഗ്രേവി കിട്ടാൻ കണക്കായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ലൂസ് ഗ്രേവിയാണ്. ഈ ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് കോൺഫ്ലോർ ഇല്ലേ, ഒരു 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇച്ചിരി വെള്ളത്തിൽ, അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കേട്ടോ. ആവശ്യത്തിന് തിക്നെസ് വരുന്നത് വരെ ഒഴിച്ചാൽ മതിയേ. നമ്മുടെ ഗ്രേവി നോക്കിക്ക് ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ബോൾസ് ഇല്ലേ, വേറെ ഞാൻ പറയാൻ മറന്നുപോയി, ഈ ബോൾസ് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അത്ര സോസും കൂട്ടി കഴിച്ചാൽ നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് ഇത് ഉപയോഗിക്കാം. ഗ്രേവി വേണം അല്ലെ സോസ് വേണം എന്നുള്ളവർ സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കാബേജ് മഞ്ചൂരിയൻ റെഡിയാണ്. ഈ സമയം നമ്മളിതിലേക്ക് കുറച്ചും കൂടെ സ്പ്രിംഗ് ഒണിയന്റെ ഗ്രീൻ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിനു ശേഷം വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കാബേജ് മഞ്ചൂരിയൻ റെഡിയാണ്. ഇത് ഞാൻ സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് വെജ് മഞ്ചൂരിയൻ പറഞ്ഞാൽ ഇങ്ങനെ കാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കി തരിക. കാബേജ് മഞ്ചൂരിയൻ അവർ പറയില്ല. ആ സെയിം സ്റ്റൈലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ഥിരം ടേസ്റ്റർ ഞാൻ നേരത്തെ കാണിച്ചു, നേരത്തെ പോലെ തന്നെ റെഡിയാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളിന്ന് ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് പുള്ളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഗ്രേവി കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഞാൻ ആ വെള്ളം ചേർത്ത സമയത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഗ്രേവി കൂട്ടിയെടുക്കാം കേട്ടോ. യെസ്, ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഒരെണ്ണം അങ്ങോട്ട് പിടിക്കുക. കഴിച്ചിട്ട് വന്നാൽ മതി. പുളിയുടെ ഉപ്പിന്റെ ആളാട്ടോ. പുളി രസം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക. കാരണം ക്യാബേജൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ള സ്പ്രിംഗ് ഒണിയൻ മാത്രമേ നമുക്കൊരു ന്യൂ ആയിട്ടുള്ള മിക്കവാറും സൂപ്പർ മാർക്കറ്റിൽ അത് കിട്ടും. സോ പറ്റിയാൽ ഒരു പ്രാവശ്യമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.